നീ ഇതെവിടെ കയറി പോണു? ഇത് തന്നെയാണോ വീട്? അപ്പം എനിക്കവളുടെ വീട് പോലും അറിയില്ലേ? പിന്നെ ഞാൻ അവളോട് സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെ അവളുടെ വീട് കണ്ടുപിടിക്കാൻ പോണം. ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ വീടിൻ്റെ പറഞ്ഞു വെച്ചിടാം. 10-60 പിള്ളേരുണ്ടാ ക്ലാസ്സിൽ. പിന്നെയാണ് അവളുടെ വീട് കണ്ടുപിടിക്കാൻ പോണേ. വല്ലാത്ത തലവേദനയല്ല. എന്നാ പോയിട്ടോ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്ത്? എങ്ങനെ? ഒരുമിച്ച് പോയാൽ മതി. അങ്ങനെ പോയാ ഇല്ലാത്ത തലവേദനയല്ല. എടാ നീ ഒറ്റയ്ക്ക് പോകുമ്പോഴല്ലേ അവിടെ ഒരു ഹീറോയിസ് മറക്കാവുള്ളൂ. ചെല്ല്. എടാ ഞാൻ അവിടെ സംസാരിക്കാനായിട്ട് നിനക്ക് മാറിന്നാ പോരെ? ഇത് വല്ലാത്ത തലവേദനയല്ല. നീ എന്നെ കൊണ്ടാണല്ലോ പോവുള്ളൂ. ശരി വരാ. ഒരാപ്പോ നോക്കിയിരുന്നാ മതി. എടാ എനിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യടാ. മഹാഭാവി ഇത്രയും നാൾ കൂടെ നടന്ന് ഈ മഴയത്ത് അതിലും ചാടി ഞാനിവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ ചോദിച്ചോളന്നല്ലടാ. നീ ഇത്ര നാൾ ഇത്രയും ചെയ്തില്ല, എൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചെയ്യണം. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കണേ. ഞാനാണ് പ്രേമിക്കണത്, നീയാണോ? സുമേഷ് ഇതിൻ്റെ ഇടയിൽ ഞാൻ നീന്നൊക്കെ ഉണ്ടോടാ? അങ്ങനെയാണോ? എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, അവളെ ഞാൻ തന്നെ അങ്ങോട്ട് വളക്കാം. നിനക്ക് കാര്യം പറഞ്ഞ മനസ്സിലാവളേ? കൊണ്ടല്ലേ നിനക്ക് കൊണ്ടല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റേതും നിൻ്റേത് മാത്രമാണ്. എടാ നിൻ്റെ ഈ ഫിലോസഫിയൊക്കെ ഞാൻ എപ്പോൾ വേണമെങ്കിൽ വന്ന് കേൾക്കാം. ഞാൻ അത് ഈ കാര്യത്തിൽ ഒന്ന് തീരുമാനം ഉണ്ടാക്കിത്താ. എടാ ഞാനെന്ത് ചെയ്യാനാണ്? ഇത് നീ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. നീ തന്നെ അവളുടെ അടുത്ത് പോയിട്ടുള്ള കാര്യം പറയണം. എനിക്കൊന്നും ചെയ്യാനില്ല. എടാ പറയുമ്പോൾ നല്ല സിമ്പിളാണ്, പക്ഷെ കാര്യത്തോട്ടെടുക്കുമ്പോൾ ഒരുമാതിരി ഉൾക്കിടിലാണ്. നീ ഇവിടെ ഈ ഉൾക്കിടലും വെച്ചുകൊണ്ടിരുന്നു. അവസാനം കാർത്തിക് മീനാക്ഷി ആയിട്ട് പോകുമ്പോൾ കരയാതിരുന്നാൽ മതി. നീ എന്തിനാണ് എന്ത് പറഞ്ഞാലും ഒന്നിന് രണ്ടാമത്തേന് ആ നശിച്ചവൻ്റെ പേരെടുത്ത് പറയണം. എടാ നിനക്ക് എങ്ങനെയെങ്കിലും ഇത്തിരി ചൂട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എടാ നീ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ അവളിന്ന് ഫോണിൽ വിളിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ അനാവശ്യ കാര്യത്തിൽ നിന്ന് ഒഴിവാവാല. ഇപ്പം അങ്ങനെയാ. എടാ തട്ടത്തിമരത്തിൽ വിനോദ ആയിഷനെ പ്രപ്പോസ് ചെയ്യണമെന്ന് മനസ്സിൽ കണ്ടത് നീയല്ലേ? അതൊക്കെ ശരിയാണ്. ഒന്ന് ശ്രമിച്ചു നോക്കണേ, തെറ്റില്ല. നീ എന്തേലും ചെയ്യുന്ന നോക്ക്. ഓഹോ അങ്ങനെയാണോ? ഞാനൊന്നും പറയുന്നില്ല. ആഹാ ആ നടക്കട്ടെ. ദൈവമേ ഇത്ര സമയായോ? വെച്ച് ഞാൻ പിന്നെ വിളിക്കാം. ദൈവമേ ഈ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 3 ചാപ്റ്റർ പഠിച്ചു തീർക്കായിരുന്നു. മിസ് കോളോ ഇതാരാ ഈ സമയത്ത്? കാർത്തിക്കും മൈക്കോളുമാണല്ലോ. തിരിച്ച് വിളിച്ച് നോക്കാം. മീനാക്ഷി കഴിക്കാൻ വരുന്നില്ലേ? ദാ വരുന്നു ചേച്ചി. എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരുന്നു? അല്ലേ വേണ്ട, പിന്നെ വിളിച്ചേക്കാം. അതില്ലാത്ത വീടാ തന്റെ തേങ്ങി പറയണ. അതല്ല കുറെ നേരമായാലും നമ്മളിവിടെ കറങ്ങാൻ തുടങ്ങിയിട്ട് വാതിൽ മാത്രം കാണാ. പേടിച്ച് തലാതിയാണെന്നിട്ട് കാര്യമില്ല. കുറച്ചിട്ട് മുകളിലോട്ടൊക്കെ നടക്കണം. അതിപ്പോൾ 2 പ്രാവശ്യം ചുറ്റാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഫ്രണ്ട് ഡോർ വഴി പോകാൻ പറ്റൂല, അടക്കള വഴി പറ്റുള്ളൂ. പക്ഷേ അവിടെ ജോലി ചെയ്യണ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, കുറച്ച് കണ്ട് നോക്കാം. അവളുടെ റൂം എങ്ങനെ കണ്ടുപിടിക്കും? അവളുടെ റൂം മുകളിലുണ്ട്.
നിനക്ക് എങ്ങനെ അറിയാം? വല്ലപ്പോഴൊക്കെ ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. 2 മാസം മുമ്പ് മലയാളം സാറ് വീടിനെ പറ്റി ആശ എഴുതാൻ പറഞ്ഞ ഓർക്കണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞു. പറഞ്ഞ് അപ്പം അവൾ എഴുതിയ ആശയം സാറ് ഫ്രണ്ടിൽ നിന്ന് വായിച്ചപ്പോൾ കേട്ടാണ്. എന്താണ്, മുകളിലത്തെ മുറിയിലെ ഏകാന്ത വാസന എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമായി. പിന്നെന്തായിരുന്നു, കിഴക്ക് ദിക്കിലെ ജനാലകൾ തുറക്കുമ്പോഴുള്ള സൂര്യൻ എന്നിൽ തഴുകിയിരുന്നു. അങ്ങനെ എന്തൊക്കെ സത്യത്തിന് അന്ന് കേട്ടില്ല കേട്ടോ. അവളുടെ വായി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, വായിന് എന്താ വന്നേന്നും കൂടി നോക്കണം. നമ്മൾ ഈ വീട്ടുകാരൊക്കെ ഉറങ്ങണ വരെ നമ്മളിവിടെ കിടന്ന് കറങ്ങേണ്ട വരുമല്ലോ. വന്നിട്ട് ഞാൻ ഉറങ്ങിയിരിക്കുമ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റൂ? ഞാൻ അപ്പോഴും പറഞ്ഞ ഈ സമയത്ത് കൊണ്ട് ചാടുന്നതാണ്. പൊന്നു മോനെ, അപ്പം ചാടിയതുകൊണ്ട് നീ ചാടി, അല്ലെങ്കിൽ അവിടെ ചുറ്റിച്ചിരുന്ന് നീ വീട്ടിൽ പോയേനെ. പിന്നെ ഭയങ്കര വിശ്വാസമാണല്ലോ. വിശ്വാസം കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ. ഞാനതൊന്നുമല്ല ആലോചിക്കണേ. നമ്മൾ ഈ ബാൽക്കണിയുടെ മേളിൽ മുറി എങ്ങനെ കണ്ടുപിടിച്ച് അങ്ങോട്ട് കയറും? ഇവിടെ നോക്കിയിട്ടാണെങ്കിൽ ഒരു ഏണി പോലും കാണില്ല. എടാ, അതിൻ്റെ തൂങ്ങി വലിഞ്ഞ് കയറിയാൽ പോരെ? അത് ശരിയാ. വലിഞ്ഞേറാൻ നിന്നെ മുതുക് ഉപയോഗിക്കല്ല. നിന്റെ മുതുക? നിന്റെ മുതുകിനെന്താ കുഴപ്പം? നമ്മുടെ തലാജിത്ത് പറഞ്ഞ മാതിരി ഏകപ്പെട്ട ഓപ്പറേഷൻസ് മുതുകിലായി. അങ്ങനെയൊന്നുമില്ലല്ലോ. ഇനി നീ അത് കേട്ടാൽ മതി. ഐഡിയ കൊടുക്കണ്ട. ദൈവമേ, ഇയാളെന്താ ഇവിടെ? ഗിരിജേ, വാലോർക്ക് ഗിരിജേ. ഗിരിജ ഗിരിജ വിളിക്കുന്ന ഇവിടെ കേട്ടണ്ടല്ലോ. ഞാൻ കേട്ടുണ്ട്. എടീ, മീനാക്ഷിയുടെ ചേച്ചിയുടെ പേരെന്ന് കിട്ടാറുണ്ട്. ഗിരിജ, ദൈവമേ, പണി പാളിനെ തോന്നുന്നു. ആര്?